കലയുള്ളവരെന്ന് നാട്ടുഭാഷയിൽ പറയും, ജന്മസിദ്ധമായ പ്രതിഭയുള്ളവരെന്ന് ശുദ്ധ മലയാളത്തിലും, ഇൻബോൺ ടാലന്റ് എന്ന് ആംഗലേയ ഭാഷയിലും പറയും. ഏതായാലും ആ ജനസിലുള്ളവരായിരുന്നു സംവിധായകൻ സിദ്ദിഖും അദ്ദേഹത്തിന്റെ അനന്തരവന്മാരായ റാഫിയും ഷാഫിയും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് കല പുറത്തെടുക്കുന്നതിന് പരിമിതികളുണ്ട്. റാഫിയും ഷാഫിയും കൂടി സിനിമയ്ക്ക് പിന്നാലെ പോയാൽ വീട്ടിൽ അടുക്കള പുകയില്ല. സിനിമ അനിശ്ചിതത്വത്തിന്റെ മേഖലയാണ്. സഹസംവിധായകർക്ക് അന്ന് പ്രതിഫലം തുച്ഛമാണ്. സ്വന്തമായി ഒരു പടം കിട്ടുമോ എന്നും ഉറപ്പില്ല. കിട്ടിയാൽ തന്നെ അത് ഹിറ്റടിച്ച് വീണ്ടും തുടർച്ചയായി സിനിമകൾ വന്നെങ്കിൽ മാത്രമേ ആ നിലനിൽപ്പ് ഭദ്രമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. റാഫി സിദ്ദിഖ് ലാലിന്റെയും മറ്റ് സഹായിയായി പ്രവർത്തിക്കുന്ന കാലത്ത് കുടുംബം പുലർത്താനായി തുകൽ ബാഗുകളുടെ കച്ചവടം നടത്തി ഷാഫി. പിൽക്കാലത്ത് റാഫി തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സിനിമയിൽ പച്ചപിടിച്ചപ്പോൾ അനുജന്റെ ജീവിതാഭിലാഷം അദ്ദേഹം മറന്നില്ല. താൻ തിരക്കഥ എഴുതുന്ന രാജസേനൻ സിനിമകളിൽ ഷാഫിയെ സഹസംവിധായകനായി നിർത്തി സംവിധാനം പഠിപ്പിച്ചു. സിനിമയുടെ ബാലപാഠങ്ങൾ ഹൃദ്യമാക്കിയ ഷാഫിക്ക് സ്വതന്ത്ര സംവിധായകനാകണമെങ്കിലും 2 കടമ്പകളുണ്ട്. ഒന്ന്, ഷാഫിയെ വിശ്വസിച്ച് പണമിറക്കാൻ നിർമ്മാതാവ് വേണം. 2, അന്നത്തെ ലീഡിംഗ് ഹീറോസിൽ ആരെങ്കിലും ഡേറ്റും നൽകണം. റാഫി വെക്കാട്ടിനിലെ റാഫിയുടെ അനുജൻ എന്ന മേൽവിലാസം അവിടെയും തുണയായി. ജയറാമിനെ നായകനാക്കി വൺ മാൻ ഷോ എന്ന പടം ഒരുക്കുവാൻ അവസരമൊരുങ്ങി. റാഫി മെക്കാട്ടിൻ്റെതായിരുന്നു സ്ക്രിപ്റ്റ്. ആദ്യ പടം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടെ ഷാഫിക്ക് തനത് മേൽവിലാസമായി. നന്നായി പണി അറിയുന്ന സംവിധായകൻ എന്ന് തന്നെ വിലയിരുത്തപ്പെട്ടു. നർമ്മരസം ഉൾക്കൊള്ളുന്ന വാണിജ്യ സിനിമകൾ ഒരുക്കി ഹിറ്റാക്കുന്നതിൽ ഷാഫിക്കുള്ള വൈഭവം നിരന്തരം ആവർത്തിക്കപ്പെട്ടു. പിന്നീട് റാഫി മെക്കാട്ടിന്റെ തിരക്കഥകളില്ലാതെ സ്വതന്ത്രമായി പറക്കുവാൻ ഷാഫിയെ പ്രേരിപ്പിച്ചത് ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. വലിച്ചുവാരി സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഷാഫി. ഒരു വർഷം ഒരു ഹിറ്റ് എന്നതായിരുന്നു കണക്ക്. വൺ മാൻ ഷോയ്ക്ക് ശേഷം ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഒരുക്കിയ കല്യാണരാമൻ എന്ന ദിലീപ് ചിത്രം ബ്ലോക്ക് ബ്ലസ്റ്ററായി. തൊട്ടടുത്ത വർഷം ജയസൂര്യയെ നായകനാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ പുലിവാൽ കല്യാണവും ഹിറ്റ്. അടുത്തത് സാക്ഷാൽ മമ്മൂട്ടി ചിത്രം തൊമ്മനും മക്കളും. സൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ ചിത്രം അന്ന് തമിഴിലെ നമ്പർ 1 താരമായി കത്തി നിന്ന വിക്രമിനെ നായകനാക്കി തമിഴിൽ ചെയ്യുവാൻ അവസരമൊരുങ്ങി. തമിഴിലൊപ്പം ബോളിവുഡിലെ സെൻസേഷൻ ആയിരുന്ന അസിൻ ആയിരുന്നു നായിക. വിജയ ചിത്രങ്ങളുടെ ശില്പിക്ക് വീണ്ടും ഡേറ്റ് നൽകുവാൻ മമ്മൂട്ടി തയ്യാറായി. മമ്മൂട്ടി ഗോപിക കോംബോയിൽ മായാവി എന്ന പടം സംഭവിക്കുന്നതും ഇവിടെ നിന്ന് തന്നെ. അതും ഹിറ്റായതോടെ ഷാഫി എന്ന പേരിന് ഹിറ്റ് എന്നൊരു മറുവാക്ക് തന്നെ ഉണ്ടായി. നായകന്മാരും എഴുത്തുകാരും മാറി വന്നപ്പോഴും ഷാഫി ഹിറ്റുകൾ സൃഷ്ടിച്ചു. ഒരു നിമിഷം ബോറടിക്കാത്ത പടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നതിലായിരുന്നു ഷാഫിയുടെ വിജയം. വിജയശില്പികളെ വിടാതെ പിന്തുടരുന്ന സിനിമാ തമ്പുരാക്കന്മാർ ഷാഫിയുടെ ഡേറ്റിനായി മത്സരിച്ചു. മുൻനിര നിർമ്മാതാക്കൾക്കെല്ലാം തന്നെ ഷാഫി അവരുടെ പടം ചെയ്യണം. നായകന്മാർക്ക് ഷാഫിയുടെ പടത്തിൽ അഭിനയിക്കണം. റിസ്ക് ഇല്ലാതെ ഹിറ്റുകളിലേക്ക് നഗൂരമിടാനുള്ള എളുപ്പ വഴിയായി ഷാഫി മാറി. എന്നാൽ എടുത്തുചാട്ടം ഷാഫിയുടെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. ഓരോ ചുവടുകളും സൂക്ഷിച്ചു വെക്കുന്ന ഷാഫി നല്ല പ്രോജക്റ്റിനായി ക്ഷമയോടെ കാത്തിരുന്നു. അന്ന് നവാഗതനായിരുന്ന സച്ചി സേതു ടീമിന്റെ തിരക്കഥയിൽ പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ ചോക്ലേറ്റ് വൻ ഹിറ്റായി. ഷാഫിയിൽ ഫിലിം ഇൻഡസ്ട്രിക്കുള്ള വിശ്വാസം അതോടെ അരക്കിട്ടുറപ്പിക്കപ്പെട്ടു. പൃഥ്വിരാജിനെയും ജയസൂര്യയെയും വെച്ച് ഒരിക്കൽ ലോലിപോപ്പ് ഷാഫിയുടെ കരിയർ ഗ്രാഫിൽ മിന്നുന്ന വിജയമായില്ലെങ്കിലും പരാജയമായില്ല. ചിത്രം ശരാശരി വിജയം നേടി. വീണ്ടും ഷാഫി മമ്മൂട്ടിയുമായി കൈകോർത്തു. എന്നും ഷാഫിയുടെ ഭാഗ്യനായകനായിരുന്നു മമ്മൂട്ടി. വൻ ബജറ്റിൽ ഒരുക്കിയ ചട്ടമ്പിനാട് എന്ന ചിത്രവും വിജയ കിരീടം ചൂടി. കല്യാണരാമന് ശേഷം ദിലീപും ഷാഫിയും തമ്മിൽ ഒന്നിച്ചില്ല എന്ന പരാതി അവസാനിപ്പിച്ചുകൊണ്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രമായിരുന്നു അടുത്തത്. ദിലീപ് ഭാവന ലക്കി പേർ അവസാനമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രം തകർപ്പൻ ഹിറ്റുമായി. തുടർച്ചയായ വിജയങ്ങൾ പ്രിയദർശനും സിദ്ദിഖ് ലാൽമാർക്ക് പോലും അപ്രാപ്യമായ കാലത്ത് ഷാഫിയുടെ മിന്നും വിജയങ്ങൾ അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത്. അപ്പോഴും വിജയലഹരിയിൽ മത്ത് പിടിക്കാതെ സൗമ്യമായ ചിരിയുമായി വീട്ടിലൊതുങ്ങിക്കൂടുന്ന ഷാഫിയെ കണ്ട് പലരും വിസ്മയിച്ചു. ഓരോ പടം കഴിഞ്ഞും അദ്ദേഹത്തിന് ഒരു ഇടവേളയുണ്ട്. വിശ്രമത്തിനും പുതിയ സിനിമകൾ കാണാനും അടുത്ത പടത്തിനുള്ള കഥകൾ കേൾക്കാനും മറ്റുള്ള ഇടവേള. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു പടം എന്ന ശീലത്തിന് മാറ്റം വരാതെ പരമാവധി ശ്രദ്ധിച്ചു. സിനിമയിൽ പതിവുള്ള അത്യാഗ്രഹവും അതിമോഹവും തൊട്ടുതെറിച്ചിട്ടില്ലാത്ത വ്യക്തി കൂടിയായിരുന്നു ഷാഫി. ഹിന്ദി അടക്കം ഇതര ഭാഷകളിൽ നിന്ന് കൊതിപ്പിക്കുന്ന ഓഫറുകൾ വന്നിട്ടും ഷാഫി അതിലൊന്നും മയങ്ങിയില്ല. മലയാളത്തിൽ മോഹിപ്പിക്കുന്ന പ്രതിഫലം നൽകി ഷാഫിയെ കൊത്തിക്കൊണ്ടു പോകാൻ നിർമ്മാതാക്കൾ ക്യൂ നിന്നു. വിപണന മൂല്യമുള്ള സകല താരങ്ങളും ഷാഫിക്ക് ഡേറ്റ് നൽകാൻ തയ്യാറായിരുന്നു. ഒരു പ്രമുഖ നടൻ ഷാഫിയുടെ ഒരു ഫോൺ കോളിനായി ഏത് നിമിഷവും കാത്തിരുന്ന കഥയും ഷാഫി ഓക്കെ പറഞ്ഞാൽ അഡ്വാൻസ് വാങ്ങി പടങ്ങൾ പോലും മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യുവാൻ തയ്യാറാകുന്നതും മറ്റും ഷാഫിയെ സംബന്ധിച്ച് വലിയ അംഗീകാരങ്ങളായി. മിതഭാഷിയായ ഷാഫി സൗമ്യമായി ചിരികൊണ്ട് എല്ലാ വിജയങ്ങളെയും നേരിട്ടു. വിജയത്തിൽ അഹങ്കരിക്കുകയും സഹപ്രവർത്തകരെ
പുലഭ്യം പറയുകയും ചെയ്യുന്ന അല്പജ്ഞാനികൾക്ക് ഷാഫി എന്നും ഒരു വിസ്മയമായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഒരിക്കൽ ഷാഫി നൽകിയ ഉത്തരം ഇതായിരുന്നു: സിനിമയിൽ ആരുടെയും വിജയം ശാശ്വതമല്ല. ശശികുമാർ സാറും IV ശശി സാറും അടക്കമുള്ള ലെജൻഡുകൾക്ക് പോലും ഒരു ഘട്ടത്തിൽ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. ഇന്ന് കാണുന്ന വിജയം നാളെ ആവർത്തിക്കുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഹിറ്റുകൾ വരുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ അടുത്ത സിനിമയെ സമീപിക്കാനാണ് ശ്രമിക്കുന്നത്. അഹങ്കരിക്കുവാനുള്ളതല്ല ഒരു സിനിമാക്കാരന്റെ ജീവിതം. അത് എന്നും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. 25 വർഷം നീണ്ട കരിയറിൽ ഷാഫി പതിവ് തെറ്റിച്ച് 2 സിനിമകൾ വീതം ചെയ്തത് 2007-ലും 2011-ലുമായിരുന്നു. 2007-ൽ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചു. മായാവിയും ചോക്ലേറ്റും ഒരേപോലെ ഹിറ്റ്. 2011-ൽ കഥ മാറിമറിഞ്ഞു. ജയറാം നായകനായ മേക്കപ്പ് മാൻ ഹിറ്റായപ്പോൾ മമ്മൂട്ടി നായകനായ വെനീസിലെ വ്യാപാരി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി 101 വെഡ്ഡിംഗ് എന്ന പടമെടുത്തപ്പോഴും സിനിമ ഷാഫിയുടെ ഖ്യാതിക്ക് നിരക്കുന്നതായില്ല. സമയം എല്ലാവർക്കും ഒരുപോലെ അനുകൂലമാവില്ലല്ലോ. ഷാഫിയുടെ പടിയിറക്കം ആരംഭിച്ചു എന്ന മട്ടിൽ ആസ്ഥാന വിദ്വാൻമാർ പ്രചരണവുമായി എത്തി. ഷാഫി ആർക്കും മറുപടി പറയാൻ നിന്നില്ല. ആരെയും നിരാതുരനാക്കുന്ന ആ ചിരിയുമായി വീട്ടിൽ ഒടുങ്ങിക്കൂടിയത് 3 വർഷങ്ങൾ. 2015-ൽ 2 കൺട്രീസ് എന്ന ദിലീപ് ചിത്രവുമായി ഷാഫി തിരിച്ചു വന്നപ്പോൾ കൈപിടിക്കാൻ ജ്യേഷ്ഠൻ റാഫിയുടെ രസകരമായ തിരക്കഥയും ഉണ്ടായിരുന്നു. അവർ ഒന്നിക്കുമ്പോൾ എക്കാലവും സംഭവിക്കാറുള്ളത് ഇക്കുറിയും സംഭവിച്ചു. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ദിലീപ് എന്നും ഷാഫിക്ക് രാശിയുള്ള നടനായിരുന്നു. 10 വർഷം മുൻപ് സംഭവിച്ച ആ സിനിമയോടെ ഷാഫിയുടെ ഭാഗ്യജാതകം പിന്നോട്ട് നടന്നു. ബിജു മേനോനെ നായകനാക്കി ഒരുക്കിയ ഷെർലക് ഹോംസ് വിജയമായില്ല. ബിപിൻ ജോർജിനെ വെച്ച് ചെയ്ത ഒരു പഴയ ബോംബ് കഥയുടെ അവസ്ഥയും വിഭിന്നമല്ല. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ച് ചിൽഡ്രൻസ് പാർക്ക് എന്ന പടം ചെയ്തപ്പോൾ തിരക്കഥയുമായി റാഫി ഒപ്പമുണ്ടായിട്ടും വിജയം ആവർത്തിച്ചില്ല. ഷർഫുദ്ദീനെ നായകനാക്കി ചെയ്ത ആനന്ദം പരമാനന്ദമായിരുന്നു അവസാനത്തെ ചിത്രം. ആകെയുള്ള 18 സിനിമകളിൽ അവസാനമെന്ന ചിലതൊഴികെ എല്ലാ സിനിമകളും ചരിത്ര വിജയമാകുവാൻ കഴിഞ്ഞു എന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഹിറ്റ് മേക്കർമാരുടെ നിരയിൽ മോശമല്ലാത്ത ഒരു സ്ഥാനമുണ്ട് ഷാഫിക്കും. അതിലുപരി റിപ്പീറ്റ് വാല്യൂ ഉള്ള അതീവ രസകരമായ സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയതിലേറെയും. തന്റെ സിനിമകളെ കുറിച്ച് അനർഹമായ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല ഷാഫി. ആളുകളെ ബോറടിപ്പിക്കാതെ ഒപ്പം കൊണ്ടുപോവുക, ചിരിക്കുന്ന മുഖത്തോടെ അവർ തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വരിക എന്നിങ്ങനെ മിനിമം മോഹങ്ങൾ മാത്രം സൂക്ഷിച്ചിരുന്ന ചലച്ചിത്രകാരൻ. ആയുർദൈർഘ്യം വല്ലാതെ വർദ്ധിച്ചു. വരുന്ന ഒരു കാലത്ത് 57 വയസ്സ് ഒരു പ്രായമേ അല്ല. എന്നിട്ടും അമ്മാവൻ സിദ്ദിഖിന് പിന്നാലെ ഷാഫിയും വിടവാങ്ങുമ്പോൾ ഓർമ്മയാകുന്നത് മലയാള വാണിജ്യ സിനിമയിലെ ഒരു സുവർണ കാലഘട്ടമാണ്.